ദൈവത്തിന് സ്തുതിയും. കർത്താവിൽ ഏറ്റവും സ്നേഹമുള്ളവരെയും വളരെ അനുഗ്രഹീതമായ ഈ ദിവസത്തിനായിട്ട് ദൈവത്തെ നമുക്ക് സ്തോത്രം ചെയ്യാം. ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ ഒരു വചനം വായിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. സംഖ്യാപുസ്തകം 33-ാമത്തെ അധ്യായം 2-ാമത്തെ വാക്യം. മോശ ദൈവത്തിൻ്റെ കൽപ്പനപ്രകാരം അവരുടെ പ്രയാണ വിവരങ്ങളിൽ അവരുടെ താവളങ്ങൾ എഴുതി വച്ചു. താവളമായി അവർ ചെയ്ത പ്രയാണങ്ങൾ വളരെ കൃത്യമായി മോശ എഴുതി വയ്ക്കുകയാണ്. ദൈവത്തിൻ്റെ കൽപ്പന പ്രകാരം ഇങ്ങനെ എഴുതി വെച്ച ഈ സംഭവത്തിൽ നിന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന ഒരു ഉപദേശവും നിർദ്ദേശവുമുണ്ട്. നാം നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്തു തന്ന ഉപകാരങ്ങളെ ഓർക്കുന്നവരായിരിക്കണം. അത് നാം നമ്മുടെ വീടുകളിൽ, കൂടിവരവുകളിൽ, ആഘോഷങ്ങളിൽ, പ്രധാനപ്പെട്ട രേഖകളിൽ എപ്പോഴും നന്ദിയോടെ പ്രസ്താവിക്കുന്നവരായി മാറണം. അത് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അങ്ങനെ ചെയ്യുന്നത് ദൈവവും നാവും തമ്മിലുള്ള ബന്ധം ഏറ്റവും ദൃഢമാകുവാൻ ഇടവരുകയാണ്. ദൈവത്തോട് കൂടുതൽ ചേർന്ന് നിൽക്കുക, പൂർണ്ണമായി അവനെ സ്നേഹിക്കുക, പൂർണ്ണമായി അവനെ ആരാധിക്കുക, പൂർണ്ണമായി അവനെ സ്തുതിക്കുക എന്നുള്ള ജീവിത അനുഭവത്തിലേക്ക് 2025 നാം പ്രവേശിക്കുമ്പോൾ ദൈവം ചെയ്തു തന്ന നന്മകളെ ഓർത്ത് നമ്മുടെ പ്രധാനപ്പെട്ട ആഘോഷങ്ങളിൽ നന്ദിയോടെ അത് പ്രസ്താവിക്കുന്നത് ദൈവബന്ധത്തിൽ നമ്മെ ഒരുപാട് വർദ്ധിപ്പിക്കുന്നു. ദൈവം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ പ്രതികൂലമായി ആർക്കും നിൽക്കാൻ കഴിയുകയില്ലല്ലോ. ദൈവ തിരുസന്നിധിയിൽ നമുക്ക് ശിരസ്സുകളെ നമിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ കർത്താവേ, അങ്ങ് ഞങ്ങൾക്ക് നൽകിയ ഈ നല്ല ദിവസത്തിനായിട്ട് നന്ദി പറയുന്നു. ഞങ്ങളുടെ ജീവിതത്തിലെ പാപങ്ങളും തെറ്റുകളും കുറ്റങ്ങളും ഞങ്ങളോട് ക്ഷമിച്ച് ദൈവമേ, നിന്നോട് ചേർന്ന് ജീവിതത്തിൽ വിജയങ്ങൾ നേടുവാനും ആ വിജയങ്ങൾ ഞങ്ങളുടെ തലമുറയിൽ സാക്ഷ്യമായി എഴുതി വെക്കാനും പ്രസ്താവിക്കുവാനും നന്ദി പറയാനും ദൈവബന്ധം ദൃഢമാകാനും ഞങ്ങൾ യാത്ര ചെയ്യുന്ന വഴികളിൽ, ഞങ്ങളുടെ ജോലി മേഖലകളിൽ, ഞങ്ങളുടെ എല്ലാ പ്രവൃത്തികളിലും ദൈവത്തിന്റെ ശക്തമായ ഇടപെടൽ ഞങ്ങൾക്ക് അനുഭവിപ്പാനും ദൈവകൃപയാൽ ഞങ്ങളെ സമ്പന്നരാക്കണമേ. തോറ്റുപോകാത്തൊരാത്മീയ ജീവിതത്തിന് ഞങ്ങളെ അർഹരാക്കണമേ. ഞങ്ങളുടെ രോഗങ്ങൾ നീ സൗഖ്യമാക്കണമേ. ഞങ്ങളുടെ പ്രയാസങ്ങൾ നീ മാറ്റിത്തരണമേ. ഞങ്ങളുടെ ബുദ്ധിമുട്ടുകളെ നീ നീക്കിത്തരണമേ. ഞങ്ങളുടെ ആത്മീയ ജീവിതത്തെ ബലപ്പെടുത്തണമേ. പരിശുദ്ധാത്മാവസിക്കുന്ന ഇടമായി ഞങ്ങൾ മാറണമേ. അങ്ങക്ക് ഇഷ്ടപ്പെട്ട ആലയമായി ഞങ്ങളുടെ ജീവിതം മാറണമേ. ഞങ്ങളുടെ മക്കളെയും ഞങ്ങൾക്കുള്ളതിനെയും ദൈവം വാഴ്ത്തണമേ. അശുദ്ധിയിൽ നിന്നും തിന്മയിൽ നിന്നും അന്ധകാരത്തിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു നിർത്തണമേ. ദൈവം നടത്തിയ വഴികളെ ഓർത്ത് ദൈവത്തെ ഞങ്ങൾ സ്തുതിക്കുന്നു. തമ്പുരാനെപ്പറ്റി അമ്മയുടെയും സ്ലിഹന്മാരുടെയും പ്രത്യേകാൽ മാർത്തോമാ സ്ലിഹായുടെയും മർബാസിലിയസ് ബാവായുടെയും സകല വിശുദ്ധരുടെയും മാധ്യസ്ഥതയും പ്രാർത്ഥനയും അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾക്ക് ചേർന്നിരിപ്പാനായി സ്വർഗീയ കൂട്ടായ്മയായി ഭവിക്കണമേ. ഞങ്ങൾ ശുശ്രൂഷിച്ചവരെയും ഞങ്ങളിന്ന് വാങ്ങിപ്പോയവരെയും യേശുവിന്റെ തിരുസന്നിധിയിൽ ഒരുമിച്ച് സമർപ്പിച്ച് പ്രാർത്ഥിച്ച് സ്വർഗീയ കൂട്ടായ്മയുടെ ഭാഗമായി ഞങ്ങൾക്ക് ജീവിപ്പാൻ, വിജയകരമായ ജീവിതം നയിപ്പാൻ നിന്റെ കൃപ ഞങ്ങൾക്ക് നൽകണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ തന്നെ ആമീൻ.